മലയാള സിനിമയിലെ സെലിബ്രിറ്റികൾ സാഹിത്യരംഗത്തെയും കലാരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ബഹുമുഖ പ്രതികളായ സാംസ്കാരിക നായകന്മാർ KSRTCയുമായിട്ട് അനുഭവം പങ്കിട്ടുകൊണ്ട് ഓർമ്മ എക്സ്പ്രസ് എന്നൊരു പ്രോഗ്രാം, അതായത് KSRTCയിൽ ഒരിക്കലെങ്കിലും കയറി യാത്ര ചെയ്യാത്ത ആരും തന്നെ കേരളത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ആ യാത്രയിലെ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ഞങ്ങൾ പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രിയദർശനമായി ഒരു ചർച്ച നിങ്ങൾ കണ്ടാണ്. അതിൽ പറയുന്നുണ്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്ത് വിവാഹം കഴിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. KSRTC ബസ്സിന്റെ കണ്ടക്ടർ ചില്ലറ മാറാൻ കൊടുത്തിട്ട് അതും കൊണ്ടുപോയി അപ്പുറത്ത് കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ച് ബാക്കി പൈസയും വാങ്ങിച്ച് കൊടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരും കേരളത്തിൽ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെ KSRTC ഒരു പലതിന്റെയും ഒരു മധ്യസ്ഥനാണ് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പലരുടെയും ജീവിതത്തിലെ സമഗ്രമായ മാറ്റങ്ങൾ, ചിലരെ നിങ്ങൾ ഇടിച്ചു കൊന്നതിന്റെ പേരിൽ അവരെ കുടുംബമാകെ മാറിപ്പോയതും ഉണ്ട് കേട്ടോ. അങ്ങനെ സമഗ്രമായ മാറ്റം എന്ന് പറയുമ്പോൾ നല്ല മാറ്റമുണ്ട്, ഈ വണ്ടി ഇടിച്ച് കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. കാരണം ചിലപ്പോൾ ഒരു പിതാവിനെ കൊല്ലുന്നതോടുകൂടി ആ കുടുംബം അതോടെ തകർന്നു പോകും. പെറ്റ് വളർത്തിയ കൊച്ചുമക്കളെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ അതിനെ വണ്ടി ഇടിച്ച് മരിച്ചാൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ അത് ഒരുപാട് വേദന ഉണ്ടാകും. ആ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ തകർത്ത് കളയും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം രണ്ടു വശം ആലോചിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടി. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യം, അപ്പൊ ഞാനിതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? KSRTCക്ക് വേണ്ടിയിട്ടാണ്. KSRTCയെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആളൊരു സെലിബ്രിറ്റിയാണ്. എവിടെ ചെന്നാലും എന്നെ അറിയാം. ഞാൻ എന്ത് തമാശ പറഞ്ഞാലും അത് വൈറലാവും. അതിനുവേണ്ടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പൊ അറിയാതെ പറഞ്ഞു പോകുന്ന സാധനം കത്തിപ്പോകുന്നതല്ലാതെ ഞാനായിട്ട് തയ്യാറെടുത്തിട്ട് ഒന്നും ചെയ്യാറില്ല, പറ്റിപ്പോകുന്ന. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ളവരുമുണ്ട്, ചീത്ത പറയുന്നവരുണ്ട്. അതിലൊന്നും എനിക്കൊരു വിരോധമില്ല, ഞാൻ ശ്രദ്ധിക്കാറുമില്ല. ഇതിനൊന്നും കണ്ടിട്ട് അതിന് താഴെയുള്ള കമന്റ് വായിക്കുന്ന ആളല്ല. എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉള്ള ആളല്ല. ഞാനൊന്നും അറിയുന്നില്ല. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യം ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഇത്രയും ഈ എക്സ്പോ നടത്തുന്നു, കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും വരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും വരും. KSRTCയോട് ആകർഷിക്കപ്പെടും. മോഹൻലാൽ, പ്രിയദർശൻ, മണിയമ്പ്ര രാജു, മഞ്ജു വാര്യർ, ഇങ്ങനെ എല്ലാവരും പ്രമുഖരായ വ്യക്തികൾ, സാഹിത്യകാരന്മാർ, അവരെല്ലാവരും KSRTCയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ KSRTCയിൽ ഒരു വലിയ പരസ്യമാണ് വരാൻ പോകുന്നത്. ഈ പരസ്യം വരുമ്പോൾ ഞാനൊന്ന് KSRTCയിൽ യാത്ര ചെയ്യാമെന്ന് ആഗ്രഹിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. KSRTCയിൽ വരുമ്പോൾ നിങ്ങളുടെ ഒരു സ്വീകരണം, ജീവനക്കാരുടെ ഒരു സ്വീകരണം, പിന്നെ വഴി കിടക്കാതെ പോകുന്ന മെക്കാനിക്കൽ ഉദ്യോഗസ്ഥരുടെ ഒരു കഴിവ്. വഴി കിടക്കാൻ പോകണം, കാരണം വണ്ടി വഴി കിടന്നാൽ നമ്മുടെ ഇംപ്രഷൻ പോകും കയറി കഴിഞ്ഞാൽ. ഇതിന് ഏറ്റവും പുതിയ വണ്ടികൾ വേണം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നമ്മളെ വളരെയധികം സഹായിക്കുന്നു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നല്ല ഭാവനയുള്ള ആളാണ്. ഈ ബാറ്ററി ബസ്സുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അദ്ദേഹം അതിനെതിരാണ്. കാരണം 1 കോടി രൂപയ്ക്ക് ഒരു ബാറ്ററി ബസ് വാങ്ങുമ്പോൾ നമുക്ക് 4 മിനി ബസ് അതേ വലിപ്പത്തിലുള്ള, അതിനേക്കാൾ ആൾ കയറുന്ന 4 മിനി ബസ് ഡീസൽ വാങ്ങിക്കാം. അതിന് 8 കിലോമീറ്റർ 8 കിലോമീറ്റർ മൈലേജ് കിട്ടും. നമ്മളിപ്പോൾ വാങ്ങിച്ച വണ്ടിക്ക് നമ്മൾ ട്രയൽ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ആ ലിങ്ക് ബസ് എന്നൊരു പുതിയ ബസ് വരുന്നുണ്ട്. ആ ബസ്സും 4 സിലിണ്ടറാണ്. അത് ഓടിക്കാനും സുഖമാണ്. അതിന് 6 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. ലെങ്ത് കൂടുതലാണ്, 40 പേർക്ക് ഇരിക്കാം. നമ്മൾ വാങ്ങിച്ച സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം AC ബസ് ഒരു സക്സസ് ആണ്. കാരണം നിങ്ങൾക്കറിയാം, അതിനകത്ത് നിറഞ്ഞാണ് പോകുന്നത്. ഒരു ദിവസം ആ വണ്ടി ശരാശരി 10,000 മുതൽ 15,000 രൂപ വരെ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന് ആ AC ഇട്ടിട്ട് പോലും 5.5 കിലോമീറ്റർ 6 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ വാങ്ങിയ സൂപ്പർ ഫാസ്റ്റ് അത് പുതിയ ടെക്നോളജിയാണ്. ആ ടെക്നോളജിയുള്ള വണ്ടിക്ക് അവര് ഓഫർ ചെയ്യുന്ന അവര് വണ്ടി ഓടിച്ചു വരുമ്പോൾ, കാര്യമായിട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോൾ 6 കിലോമീറ്ററിന് മേളിലാണ് അവർ മൈലേജ് ആണ്. ലോഡ് കയറ്റി നമ്മൾ പോകുമ്പോൾ അതെങ്ങനെ പോയാലും ഒരു 4.5 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും. ഈ വണ്ടികൾക്കെല്ലാം ഓരോ ലിറ്റർ 1 കിലോമീറ്റർ വെച്ച് മൈലേജ് കൂടുതൽ കിട്ടിയാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ലാഭം കോടികളാണ്. കാരണം നമ്മുടെ നഷ്ടം, നമ്മൾ ഒരു ദിവസം കയ്യിൽ കിട്ടുന്ന പണത്തിന്റെ 50% നമ്മൾ കൊടുക്കുന്നത് ഓയിൽ കമ്പനികൾക്കാണ്. അത് നമ്മൾ കുറച്ചു കൊണ്ടുവരണം. അത് വൈദ്യുതി ബസ് കൊണ്ട് നടക്കുന്നില്ല. വൈദ്യുതി ബസ്സിന് പരമാവധി ആറ്റിങ് വരെ പോകാൻ പറ്റില്ല, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. മുമ്പ് വൈദ്യുതി ബസ് എറണാകുളം വരെ ഓടിച്ചു. 10 പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ ചേർത്തല ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും. അങ്ങനെ യാത്ര പകുതിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല.